ഏഷ്യാനെറ്റിൽ അടുത്തിടെ ആരംഭിച്ച പുതിയ ഷോയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 9 ശേഷം ആരംഭിച്ച എങ്കിലേ എന്നോട് പറ യെസ് ഓർ മിസ് എന്ന ഷോയെക്കുറിച്ച് അറിഞ്ഞോ? വീക്കെൻഡുകളിൽ പ്രധാന ടൈം സ്ലോട്ടുകളിൽ ഒന്നിൽ നിലവിൽ ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് എങ്കിലേ എന്നോട് പറ. ആദ്യ സീസൺ ബിഗ് ബോസ് താരങ്ങളായിരുന്ന സാബുമോനും ശ്വേതാമേനോനും അവതാരകരായി എത്തുന്ന ഈ ഷോ പുതിയൊരു ഫോർമാറ്റിലാണ് പുറത്തുവരുന്നത്. ഭാഗ്യവും അറിവും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഷോ അവതരിപ്പിക്കുന്നത് തന്നെ. ഇതിൽ 2 തരത്തിലുള്ള മത്സരങ്ങളുണ്ട്. ഒന്ന് പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്കിടയിലുള്ളതും മറ്റൊന്ന് അവതാരകർക്കിടയിലുള്ളതും. ആദ്യ റൗണ്ട് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി. ശരിയെന്നോ തെറ്റെന്നോ കേൾവിയിൽ തോന്നാവുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകൾ 2 അവതാരകരും പറയും. ഇതിൽ ഒന്ന് ശരിയാണ്. ആ ശരി ഏതെന്ന് കണ്ടെത്തുക എന്നതാണ് പങ്കെടുക്കുന്നവർ ചെയ്യേണ്ട ആദ്യ കാര്യം. ഉത്തരം കൃത്യമായാൽ ഈ റൗണ്ടിലെ വിജയിയാവാനുള്ള ഒരു ചാൻസ് ലഭിക്കും. സാധാരണ 3 പേർ അല്ലെങ്കിൽ 3 ടീമാകും പങ്കെടുക്കുക. 3 പേർക്കും അല്ലെങ്കിൽ 3 ടീമിനും ഓരോ ചാൻസ് വീതം ലഭിക്കും. തങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് പങ്കെടുക്കുന്നവരെ കൺവിൻസ് ചെയ്യുക എന്നതാണ് അവതാരകരുടെ പ്രധാന ഉത്തരവാദിത്തം. ഇതിനുള്ള പങ്കപ്പാടുകളാണ് ഷോയിലെ ഒരു പ്രധാന ആകർഷണം. ഈ റൗണ്ടിൽ ശരിയുത്തരം പറഞ്ഞാലും സമ്മാനം കിട്ടണമെന്നില്ല. സമ്മാനമടങ്ങിയ 2 പെട്ടികളോ സമാന രീതിയിലുള്ള 2 കാര്യങ്ങളോ വേദിയിലെത്തും. അതിൽ നിന്നും സമ്മാനത്തുകയുള്ള പ്രോപ്പർട്ടി കണ്ടെത്തിയാൽ സമ്മാനത്തുക നേടാം. അടുത്ത 2 റൗണ്ടുകളിലും സമ്മാനത്തുക നേടാനുള്ള ടാസ്ക് ഏതാണ്ട് ഇതുപോലെ തന്നെയായിരിക്കും. ഇതും തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് 2 അവതാരകരും പലതും പറഞ്ഞ് പ്രേരിപ്പിച്ച് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ ഭാഗ്യത്തിൻ്റെ കളിയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ സമ്മാനം നേടിയാൽ അടുത്ത റൗണ്ടിൽ 50,000 രൂപയുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. രണ്ടാമത്തെ റൗണ്ട് ഭക്ഷണവുമായി സംബന്ധിച്ച ഒന്നാണ്. ഇതിൽ 2 അവതാരകരുടെ കയ്യിലും ഓരോ ഭക്ഷണ സാധനങ്ങളുണ്ടാകും. അതിനെക്കുറിച്ച് പല വിവരങ്ങളും പറയും. തിരഞ്ഞെടുത്ത ഭക്ഷണം 1 മിനിറ്റിനുള്ളിൽ കഴിച്ചു തീർത്ത് ഈ റൗണ്ട് വിജയിക്കാം. പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു പണി ഒളിപ്പിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. സമ്മാന തുക നേടാൻ ആദ്യ റൗണ്ടിലെ അതേ രീതിയിലുള്ള ടാസ്ക് വീണ്ടും ഉണ്ടാകും. 3-ാം റൗണ്ട് ഡബിൾ എന്ന പേരിലാണ് അറിയപ്പെടുക. ഇതിൽ 1-ാം റൗണ്ട് വിജയിയും 2-ാം റൗണ്ട് പരാജയപ്പെട്ട ആളുമാകും സാധാരണ പങ്കെടുക്കുക. 3-ാം റൗണ്ടിൽ 2 വ്യക്തികളെ വേദിയിലെത്തിക്കും. ടീച്ചർ, അഡ്വക്കേറ്റ്, ഡോക്ടർ തുടങ്ങിയതുപോലുള്ള വേഷങ്ങളിലായിരിക്കാം ഇവർ എത്തുക. അവരിൽ ഒരാൾ ആ മേഖലയെ യഥാർത്ഥ ആളും മറ്റൊരാൾ ഇതുമായി യാതൊരു ബന്ധവുമില്ലാതെ ഈ വേഷം അല്ലെങ്കിൽ മാനറിസം മാത്രം ഉപയോഗിക്കുന്ന ആളുമാകാം. ഇതിൽ യഥാർത്ഥയാളെ കണ്ടെത്തിയാൽ ഈ റൗണ്ടിൽ വിജയിച്ച് എപ്പിസോഡ് വിന്നറാവാം. ഒപ്പം ക്യാഷ് പ്രൈസും നേടാം. അതിനുശേഷം അവതാരകർക്കുള്ള പ്രൈസാണ്. ഈ എപ്പിസോഡിൽ അവതാരകരിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെ കൺവിൻസ് ചെയ്ത് വിജയിച്ച അവതാരകന് സമ്മാനവും അതേസമയം പിന്നിലായ ആൾക്ക് ഒരു ചെറിയ പണിഷ്മെന്റും ഉണ്ടായിരിക്കും. വാരാന്ത്യങ്ങളിൽ രാത്രി 9 മണിക്ക് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ഈ പുതിയ ഷോ നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.